Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. വേഗം വാനിയ വാ, നമുക്ക് ഇവിടെ ഒന്ന് നോക്കിക്കളയാം. അയാള് അല്ലല്ല, അയാളല്ല, അയാളോ? അത് പറ്റില്ല. ഹണി, സ്കേറ്റിംഗ് ഷൂ വാങ്ങി വരാൻ എന്താ ഇത്ര സമയം എടുത്തേ? കാരണം കടയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായി തള്ളിയിട്ട് അകത്ത് കയറാൻ. ഞാൻ അരമണിക്കൂർ അവിടെ നിന്ന് തള്ളി നോക്കിയതാ. ആ കടയൊന്നും അനങ്ങിയത് പോലും ഇല്ല. അതുകൊണ്ട് ഞാൻ സംഭവം ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഒരു പോപ്പട്ടായിട്ട് നീ എന്തിനാ വെറുതെ പൂച്ചകളുടെ ശബ്ദത്തിൽ കരയുന്നത്? പൂച്ചയുടെ രൂപമുള്ള നിനക്ക് കഴുതയെ പോലെ സംസാരിക്കാം. അപ്പൊ ഈ പോപ്പട്ടായ എനിക്ക് പൂച്ചയെ പോലെ സംസാരിച്ചുകൂടെ? മര കഴുത. വെറും കഴുതയല്ല, കഴുതകളുടെ സർദാറാ. സർദാർ കഴുത, സർദാർ കഴുത, സർദാർ കഴുത. കഴുതകളുടെ സർദാർ. എന്നാ പിന്നെ ഇന്ന് ഡാൻസ് കളിക്കാം. ഇവൻ കഴുതകളുടെ ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഹണി, ഞങ്ങള് പോയി ഒരു കിരീടം വാങ്ങിക്കൊണ്ട് വരാം. ആ സമയം കൊണ്ട് നീ ഷൂ ഇടാൻ നോക്ക്. നമുക്ക് നമ്മുടെ സർദാറിനെ കിട്ടിപ്പോയി. ഒന്നും പറയണ്ട, എവിടേക്ക് അന്വേഷിച്ചിട്ടാ നമ്മുടെ കയ്യിൽ അവസാനം കിട്ടിയത്? എന്റെ ചേട്ടായി, എവിടേക്കാണ് അന്വേഷിച്ചത്? അതുകൊണ്ടല്ലടാ പണ്ട, ഒന്നും പറയണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെന്തിനാ വീണ്ടും അത് പറയുന്നത്? കഴുതകളുടെ സർദാറിന് കൊടുക്കാം ഒരു ചിയേഴ്സ്. എന്റെ ചേട്ടായി, ഇത് കുതിരയുടെ ശബ്ദമാണല്ലോ. കഴുതകളായോണ്ട് എപ്പോഴും നമ്മൾ കഴുതകളുടെ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴുതയെന്ന് വിളിക്കില്ലടാ കഴുത. കഴുതകളുടെ നിയമപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചാപ്റ്റർ നമ്പർ 14, അവർ എന്റെ ചേട്ടായി, നിങ്ങൾ എന്തായി കാണിച്ചത്? എടാ, എല്ലാ കഴുതകളുടെയും സീനിയർ ആണ് അദ്ദേഹം. എന്റെ ചേട്ടായി, സീനിയർ എന്ന് വെച്ചാൽ എന്താ? എടാ, സീനിയർ എന്ന് വെച്ചാൽ സീനിയർ. കടലിന്റെ അടുത്ത് താമസിക്കുന്നവരെ നമ്മൾ എന്താണ് പറയുന്നത്? സീനിയർ. ഓ, സീനിയർ. അടിപൊളി അടിപൊളി, കലക്കി. ചേട്ടായി, നിങ്ങൾ ഇവിടെ ഉണ്ടാവേണ്ട ആളല്ല. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറായിട്ട് പണിയെടുക്ക. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? എന്റെ കയ്യിലെ കാശിലെ എടുത്ത് ഐസ്ക്രീം വാങ്ങാൻ നോക്കുവാണോ? അത് നടക്കില്ല. എന്ത് നല്ല സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അടിപൊളി അടിപൊളി, കലക്കി. ഇങ്ങനെ വേണം പറയാൻ. അല്ല, അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. താൻ എന്തായാലും ഒരു പൂച്ചയല്ലേ, പിന്നെ എന്തിനാണ് ഞങ്ങളുടെ പേരിൽ നിങ്ങളെ വിളിക്കുന്നത്? ബണി ഇതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എന്തായാലും ഇത് ആലോചിക്കേണ്ട കാര്യം തന്നെയാ. കണ്ടോടാ, നിന്ന് ആലോചിക്കുന്നത് കണ്ടു. ഇവൻ എന്തായാലും ഒരു അവതാരം തന്നെയാ. പൂച്ചയുടെ രൂപത്തിൽ നമ്മളെ പോലെ ഒരു കഴുത വന്നിരിക്കുന്നു. ഇത് നിങ്ങളാണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങളെല്ലാം നിങ്ങളുടെ അസിസ്റ്റന്റ്. എന്റെ ചേട്ടായി, ഈ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മുടെ ഫേവറേറ്റ് ഹീറോ ഒരേ സമയത്ത് എത്ര സ്റ്റണ്ട് ആണ് ചെയ്യുന്നത്? 6 സ്റ്റണ്ട്. അസിസ്റ്റന്റ് അസിസ്റ്റന്റ്, കലക്കി. അടിപൊളി, നിങ്ങളൊരു സംഭവം തന്നെയാണ്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ കഴുത പ്രദേശത്തിലേക്ക് പോയേക്കാം. അവിടെ നിങ്ങൾക്ക് ഞങ്ങൾ രാജാവായിട്ട് കഴിയാം. അടിപൊളി ബെഡ് ഉണ്ടാകും, സുഖമായിട്ട് നിങ്ങൾക്ക് വിശ്രമിക്കാം. അതുപോലെ ഒരുപാട് ഐസ്ക്രീമും കിട്ടും. പക്ഷെ എല്ലാത്തിനും ഒറ്റ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ള എല്ലാരും നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കും. അത്രയും ബഹുമാനം കിട്ടോ? ഞാൻ എന്തായാലും വല്ലാത്ത ലക്കി തന്നെയാ. എന്നാ വാ, നമുക്ക് കഴുത പ്രദേശത്തിലേക്ക് പോവാം. ടാക്സി. കാണിക്കുന്നോ? അല്ല, ടാക്സി വിളിച്ചു നിർത്തിയിട്ട് നമ്മൾ എന്തിനെങ്കിലും നടന്നു പോകുന്നത്? അല്ല, ടാക്സി നിർത്തിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോകുന്നതിനെ കുറിച്ചാണോ താൻ ഇങ്ങനെ അത്ഭുതപ്പെടുത്തത്? ഞങ്ങൾ കഴുതകളുണ്ടല്ലോ, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് നാട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകും. അതാണ് ഞങ്ങളുടെ ശീലം. എന്നെ ഒന്ന് താഴേക്ക് ഇറക്കി വിട് ചേട്ടായി. ഞാൻ ഇപ്പൊ തന്നെ നമ്മുടെ കഴുത പ്രദേശത്തേക്ക് ഫോൺ ചെയ്ത് നമ്മൾ വരുന്ന കാര്യം അറിയിച്ചേക്കാം. ഹണി എങ്ങോട്ടാ പോയത്? കുറച്ചു നേരം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഹണി, ഹണി, ഹണി. ഞാൻ മണം പിടിച്ച് അവനെ പോയി കണ്ടുപിടിക്കാം. നിങ്ങൾ എന്റെ പുറകെ വന്നേക്ക്. നമ്മുടെ നേതാവിനെ ഞങ്ങൾ ഏതായാലും ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. അല്ല ഞങ്ങൾ എന്തിനാ തടഞ്ഞത്? ഞാനെന്തിനാ പറയുന്നത്? ഇവിടെ കഴുതകൾക്ക് മാത്രമേ എൻട്രി ഉള്ളൂ, അതുകൊണ്ടാണ്. അത് ശരി. അപ്പൊ കഴുതകൾക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ? അല്ല, ഇത് നിന്നോട് ആരാണ് പറഞ്ഞത്? അകത്തുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ഇങ്ങനെ പുറത്തു പോയി പറയുന്നത്? വേഗം പോകാൻ നോക്കണത്. അതാ പോകുന്നു ഹണി. മാന്യമഹാജനങ്ങൾക്കുള്ള പൊതു അറിയിപ്പ് ഇതാ വരുന്നു. ആപ്പിളിനെ കണ്ടിട്ട് പൈനാപ്പിൾ എന്ന് പറഞ്ഞ ബുദ്ധിമാൻ, വാട്ടർമെലിനെ കണ്ടു കഴിഞ്ഞാൽ വാട്ടർ എന്ന് പറയുന്ന ബുദ്ധിമാൻ, കഴുതകളുടെ പുതിയ സർദാർ ഹണി. എല്ലാരും കൈയടിച്ച് വരവേൽക്കൂ. ഇത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരുടെ രാജാവാകാൻ നമ്മുടെ ഹണിക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. സംശയമുണ്ടോ? അതെ അതെ, നീ പറഞ്ഞത് ശരി തന്നെയാണ് പോപ്പാട്ട്. എടാ, കോമഡി അടിക്കുന്നേ കൊള്ളാം, എന്നാ കാര്യം സീരിയസാ. നമ്മൾ ഹണിയെ എത്രയും പെട്ടെന്ന് ഇവിടെ രക്ഷപ്പെടുത്തണം. ഹണിയെ നമ്മൾ രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ അകത്തേക്ക് പോയേ മതിയാകൂ. ഇപ്പൊ എന്താ ചെയ്യാ? ഐഡിയ! അടിപൊളി ഐഡിയ. അതിന് ഞാൻ ഐഡിയ ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഈ കഴുതകൾക്ക് വേണ്ടി എന്ത് ഐഡിയ ആയാലും ഓക്കെയാണ്. അത് നന്നായിരിക്കും. ഈ കഴുതകളോട് നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഇവന്മാർക്ക് ഒന്നും മനസ്സിലാകാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്. അല്ല, ഇതെന്താ ഇത്ര ചെറുതായിരിക്കുന്നത്? എന്റെ സാറേ, എനിക്ക് കാര്യം പിടികിട്ടി. എനിക്കറിയാം, ഇതിന്റെ പുറത്തൊരു ആന ഇരുന്നത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഇത്രയും ചെറുതായി പോയത്. ശരിയല്ലേ? അതെ, അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ പൊയ്ക്കോന്നേ. അങ്ങ് വന്നതുകൊണ്ട് ഇന്നിവിടം പൊടി പൊടിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ പാർക്ക്. ആരെയും കാണുന്നില്ലല്ലോ. ഇവരെന്തിനാ ഇപ്പൊ പുറത്തേക്ക് പോകുന്നത്? അടിപൊളിയായിട്ടുണ്ട്, കലക്കി. അല്ല, എന്തു പറ്റി? വല്ലാത്ത ചൂടാ, വെള്ളം കിട്ടാത്തോണ്ട് എന്റെ തൊണ്ട വരണ്ടു പോവാ. അതെയോ? എന്നതാ പിടിച്ച വെള്ളം? ഓ, രക്ഷപ്പെട്ടു. എത്രയും നാള് തൊണ്ട വരണ്ടപ്പോഴൊക്കെ വെള്ളം കുടിച്ചായിരുന്നു ഞാൻ എന്റെ ദാഹം ശമിപ്പിച്ചു കൊണ്ടിരുന്നത്. താങ്കൾ ഒരു മഹാൻ തന്നെയാണ്. ഇവൻ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ഇവൻ ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് വലിയ പ്രശ്നമാകും. ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇവനെ കഴുത എന്ന് വിളിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. സംശയമുണ്ടോ? ഞാൻ ജയിച്ചു. എന്തായാലും നീയാണ് എന്റെ യഥാർത്ഥ കൂട്ടുകാരൻ. 3 ദിവസമായിട്ട് എങ്ങോട്ടും പോവാതെ എന്റെ കൂടെ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ടല്ലോ. അല്ല, ഇതാരാണ്? ഇദ്ദേഹമാണോ? ഇദ്ദേഹമാണ് കഴുത പ്രദേശത്തിന്റെ എലിജിബിൾ കഴുത. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ IQ 150 ആക്കി കുറച്ചു. ഇപ്പൊ ഇദ്ദേഹത്തിന് 2 കണ്ണും അടഞ്ഞേ ഇരിക്കുള്ളൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോ സാധാരണ കണ്ണ് തുറന്നല്ലേ വെക്കേണ്ടത്? അങ്ങനെ എന്നാ ചെയ്തത്? പക്ഷെ ഫുട്ബോൾ ഒന്ന് ഇയാളെ കണ്ണിൽ കൊണ്ടപ്പോ കണ്ണടഞ്ഞു പോയി. എങ്ങനെയുണ്ട്? പ്രണാമം ഗുരുജി, പ്രണാമം. ഇങ്ങനെയാണോ പ്രണമിക്കേണ്ടത്? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. മോന്തയ്ക്ക് 2 കൊടുത്തിട്ട് വേണം പ്രണമിക്കാൻ. നീ നന്നായിട്ട് വരും മോനെ. ഇത്രയും കാലമായിട്ടും എന്നോട് ഇതുവരെ ഇങ്ങനെ ആരും ഒന്നും ചെയ്തിട്ടേ ഇല്ല. നീ സന്തോഷവാനായിരിക്കട്ടെ. ഈ സ്ഥലം ഹണിക്കത്ര പുത്തരിയൊന്നും അല്ല. കഴുതകളുടെ രാജാവാൻ ഇവന് യോഗ്യതയുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം.
കഴുതകളുടെ കഴുത ശ്രീ ശ്രീ ഹണി രാജാവിന് ഇപ്പോഴിതാ പട്ടാഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഒന്ന് നിർത്തൂ. ഇയാൾക്ക് നമ്മുടെ രാജാവാകാൻ കഴിയില്ല. അത്രയ്ക്ക് മാർക്കറ്റ് ഒന്നും ഇവനില്ല. അല്ല എന്താ ഇത് മാർക്കറ്റ് എന്ന് വെച്ചാൽ? മാർക്കറ്റ് മനസ്സിലായില്ലേ? എടാ ഹിന്ദിയിൽ മാറെന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താണെന്ന് മനസ്സിലായില്ലേ നിനക്ക്? മാറെന്ന് വെച്ചാൽ ഇടി, കാറ്റ് എന്ന് വെച്ചാൽ പൂച്ച. മാർ കാറ്റ് ഇടി പൂച്ച. കാര്യം പിടികിട്ടിപ്പോയി. മാർക്കറ്റ്. കാലക്കി ബുദ്ധിമാനായ കഴുതയാ. സൂപ്പർ തന്നെ. അയ്യോ മാർക്കറ്റ് എന്ന് വെച്ചാലേ അതിന്റെ അർത്ഥം ചന്ത എന്നാണ്. വലിയ ബുദ്ധിമാൻ തന്നെ. വി ആർ ഡിപ്രസ്ഡ്. ഇത്രയും ബുദ്ധിമാനായ പൂച്ചയ്ക്ക് നമ്മുടെ രാജാവാകാൻ എങ്ങനെ കഴിയും? എനിക്ക് വിശ്വാസമുണ്ട് ഈ പൂച്ചക്കാളും കൂടുതൽ ബുദ്ധിയുള്ളത് നമ്മുടെ കഴുതേന്ദ്രനാണ്. സംശയമുണ്ടോ? അദ്ദേഹത്തിന്റെ ഈ രൂപം കണ്ടോ നിങ്ങള്? ഒരു രാജാവാകാനുള്ള എല്ലാ ഗാംഭീര്യമുണ്ട്. നമ്മുടെ ഹണിക്കും കഴുതന്തരനും ഒരു ടെസ്റ്റ് വെച്ച് നോക്കാം. ആരാണാവോ അതിൽ ജയിക്കുന്നത് അവരെ നമ്മൾ എല്ലാരും കൂടി ഒന്നിച്ച് ഇവിടെ രാജാവാക്കി വാഴ്ത്താം. അത് ശരിയാണ്, അത് ശരിയാണ്. എന്റെ കൂട്ടുകാരെ ബണ്ണിയും സോർദാറും പിന്നെ പോപ്പട്ടും ഞാൻ കഴുതകളുടെ രാജാവാണെന്ന് പറഞ്ഞതാണ്. അവരെന്തായാലും എന്നെ കുറിച്ച് തെറ്റായിട്ടൊന്നും പറയില്ല. കേട്ടില്ലേ നിങ്ങള്? ഇദ്ദേഹത്തിന്റെ കൂട്ടുകാര് ബുദ്ധിമാന്മാരാ. കൂട്ടുകാർക്ക് തന്നെ എന്ത് ബുദ്ധിയാ? അപ്പോ ഇദ്ദേഹത്തിന്റെ ബുദ്ധിയോ? എന്തായാലും ഒരു ടെസ്റ്റ് നടത്തിയേ പറ്റൂ. ഞാൻ സമ്മതിച്ചു. എന്നാ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, 2 2 എന്താണ്? അത് 4. 22. ഈ ഹണി നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന പദ്ധതിയെല്ലാം പൊളിക്കുമെന്നാ തോന്നുന്നത്. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യാ. ഹണി ശരിക്കുള്ള ഉത്തരവ് പറഞ്ഞേ. 2 2 22. ചോദ്യം ഇതായിരുന്നു, 2 2 കൂട്ടിച്ചേരുമ്പോ എത്രയാവുമെന്നാ? കഴുതയാണെങ്കിൽ 4 എന്നേ പറയൂ. അടുത്തത് പെയിന്റിംഗ് മത്സരമാണ്. ഈ പെയിന്റിംഗ് ആർക്കും മനസ്സിലാവാതെ വന്നാൽ അവരായിരിക്കും വിജയി. അടിപൊളി, വളരെ മനോഹരമായിട്ടുണ്ട്. എത്ര നോൺസെൻസ് പെയിന്റിംഗ് ആണ്. കളറാകെ നശിപ്പിച്ചു വെച്ചിരിക്കുക. ഇനി ഹണിയുടെ പെയിന്റിംഗ് നോക്കാം. അല്ല, ഈ പെയിന്റിംഗിൽ ഒന്നും ഇല്ലല്ലോ. അടിപൊളി പെയിന്റിംഗ് ആണ്. താങ്ക് യു. എടോ ഞാൻ ചോദിക്ക, എന്താ ഇത്? ഈ ബുദ്ധിമാൻ എന്ത് നല്ല പെയിന്റിംഗ് ആണ് വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിനർത്ഥം തറയിലുണ്ടാകുന്ന പുല്ലെന്തുകൊണ്ട് ആകാശത്തുണ്ടാകുന്നില്ല? താഴെ കണ്ടില്ലേ, മേഘങ്ങളെ കണ്ടില്ലേ? അതായത് ഇങ്ങനത്തെ പെയിന്റിംഗ് ആണ് നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത്. അടിപൊളി, സൂപ്പർ കാര്യോ പറയുന്നത്. ഇതുപോലത്തെ പെയിന്റിംഗ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഈ റൗണ്ടിലും കഴുതന്തരനാണ് ജയിച്ചിരിക്കുന്നത്. ഇനി അടുത്ത റൗണ്ട്. ഞാനിപ്പോ ഇതാ ഈ വെള്ളത്തില് പഞ്ചസാര ഇട്ടിരിക്കുകയാണ്. ആ പഞ്ചസാര ആദ്യം ആരാണോ എടുത്തോണ്ട് വരുന്നത് അവരായിരിക്കും നമ്മുടെ രാജാവ്. പഞ്ചസാര വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ടാകും. ഞാൻ എന്തായാലും പഞ്ചസാര ഡപ്പ എടുത്തില്ല. അതെടുത്ത് കഴുതന്തരൻ ജയിക്കും. എനിക്ക് പഞ്ചസാര കിട്ടി. അത് ഏകദേശം 15 എണ്ണം ഉണ്ട്. എടാ വിടറാ, അതിന്റെ വല്ല കലക്കി, അതാ കിടക്കുന്നു പഞ്ചസാര.
ഹണി എങ്ങനെ ഇത് എടുത്തു കഴിഞ്ഞാ ഈ റൗണ്ടിൽ അവൻ ജയിക്കും. ഡെപ്പ ആരുടെ പക്കലാണുള്ളത്? ഇപ്പൊ ജയിച്ചിരിക്കുന്നത് കഴുതേന്ദ്രനാണ്. കഴുതകളുടെ രാജാവാകേണ്ടത് ഇപ്പോൾ കഴുതേന്ദ്രനാണ്. എന്ത്? ഞാനോ? വേണ്ട വേണ്ട, ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ശരി, എന്തായാലും എന്നെ കിരീടം അണിയിച്ചോളൂ. താരാരാര, താരാരാര, താരാരാര. ഞാൻ എന്തായാലും ഇന്റലിജന്റ് ആയിരിക്കാണ്. എന്റെ കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലേ ഒരുപാട് സന്തോഷിച്ചേനെ അവര്. ഹണിജി, കൺഗ്രാചുലേഷൻസ്. കൂട്ടുകാരെ, നിങ്ങളോ? നീ എത്ര വലിയ കഴുതയായാലും കഴുതകളുടെ രാജാവാൻ കഴിയില്ല. കാരണം ഞാൻ ഇന്റലിജന്റ് ആണ്, അതുകൊണ്ടല്ലേ അങ്ങനെ. അതിനർത്ഥം നീ ഞങ്ങളുടെ കഴുതയാണ്, മറ്റുള്ളവരുടേതല്ല. അതെ.